ഹരിപ്പാട് മെഡിക്കൽ കോളേജിനുള്ള പ്രദേശം ഓഗസ്റ്റ് 1-ന് ആരോഗ്യമന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥരും പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. തന്റെ സ്വപ്ന പദ്ധതിയാണ് ഹരിപ്പാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നും മന്ത്രി പറഞ്ഞു. കാർത്തികപ്പള്ളി SNDP യൂണിയൻ നൽകിയ സ്വീകരണത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ഹരിപ്പാട് മെഡിക്കൽ കോളേജിനുള്ള പ്രദേശം ഓഗസ്റ്റ് 1-ന് ആരോഗ്യമന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥരും പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം അടുത്ത വർഷം ആരംഭിക്കണം എന്നാണ് ആഗ്രഹമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. തന്റെ സ്വപ്ന പദ്ധതിയാണ് ഹരിപ്പാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എന്നത്. ഇതിനുവേണ്ടി 27 ഏക്കർ സ്ഥലം വാങ്ങി കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ കല്ലിട്ടു. എന്നാൽ പിന്നീട് വന്ന സർക്കാർ ആലപ്പുഴയിൽ മെഡിക്കൽ കോളേജ് ഉള്ളതുകൊണ്ട് മറ്റൊരു മെഡിക്കൽ കോളേജ് ആവശ്യമില്ല എന്ന കാരണം പറഞ്ഞ് പദ്ധതി ഉപേക്ഷിച്ചു. സംസ്ഥാനത്ത് പല സ്ഥലത്തും ഒന്നിലധികം മെഡിക്കൽ കോളേജുകളുണ്ട്. താൻ മന്ത്രിസഭയിൽ കയറിയത് തന്നെ ഹരിപ്പാട് മെഡിക്കൽ കോളേജ് ലക്ഷ്യം വെച്ചാണെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. മെഡിക്കൽ കോളേജ് സ്ഥാപിതമാവുകയാണ്. ഗവൺമെന്റ് മേഖലയിലാണ് ആ മെഡിക്കൽ കോളേജ്. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആകുമ്പോൾ തറക്കല്ലിട്ടതാണ്. പക്ഷെ LDF ഗവൺമെന്റ് വന്നപ്പോൾ അങ്ങനെ ഒരു മെഡിക്കൽ കോളേജ് ആവശ്യമില്ല എന്ന് കണ്ടത് ക്യാൻസൽ ചെയ്യും. ഇപ്പം അതിന്റെ ഗവൺമെന്റ് വന്നതോടുകൂടി വാസ്തവത്തിൽ ഞാൻ ഇത്തവണ മന്ത്രി ആയത് തന്നെ ആ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാൻ വേണ്ടി മാത്രമാണ്. പിന്നെ എനിക്ക് മന്ത്രിസ്ഥാനത്തോട് കൂടി താല്പര്യം. ഞാൻ ഏറ്റവും ചെറിയ പ്രായത്തിൽ മന്ത്രിയായ ആളാണ്. അത് സ്ഥാപിതമാകുക എൻ്റെ ജീവിതത്തിലെ ഒരു അഭിലാഷമാണ്. വേറൊന്നും കൊണ്ടല്ല, 6 തവണ എന്നെ ജയിപ്പിച്ച മണ്ഡലത്തിലെ ജനങ്ങൾക്ക് തലമുറകളായി ഓർത്തിരിക്കാൻ എന്തെങ്കിലും വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അതാണ് ഹരിപ്പാട് മെഡിക്കൽ. ഓഗസ്റ്റ് 1-ാം തീയതി K. മുരളീധരൻ ആരോഗ്യമന്ത്രി ഇവിടെ സന്ദർശിക്കുകയാണ്, കരുവാറ്റ സന്ദർശിക്കുകയാണ്. നമുക്കവിടെ 25 ഏക്കർ സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് അടുത്ത വർഷം മുതൽ ഇവിടെ MBBS-ന്റെ സീറ്റുകൾ ആരംഭിക്കാനുള്ള പദ്ധതിയാണ് നമ്മൾ. അടുത്ത വർഷം മുതൽ നമുക്ക് 100 സീറ്റ് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുക. അതിനോടൊപ്പം തന്നെ നഴ്സിംഗ് കോളേജ് ഉണ്ടാക്കുക, പാരാമെഡിക്കൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക. ഹരിപ്പാട് ഇപ്പൊ തൽക്കാലം ഹരിപ്പാട് മെഡിക്കൽ കോളേജ്, ആ മെഡിക്കൽ കോളേജിൽ ഇപ്പൊ 150 ബെഡാവുള്ളൂ. അതൊരു 50 കൂടെ കൂട്ടിയാൽ 200 കിടക്കകളുണ്ട്. അത് മതിയാവും ആദ്യം. അതുപോലെ TB ക്ലിനിക്കിന്റെ സ്ഥലം കൂടി എടുത്തുകൊണ്ടുള്ള പ്രവർത്തനം, അതിന്റെ ഓഫീസൊക്കെ അവിടെ പ്രവർത്തിക്കും. അപ്പൊ ആദ്യം നമുക്ക് കെട്ടിടം മുഴുവൻ പണിയാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യം ഹരിപ്പാട് മെഡിക്കൽ കോളേജിനെ മദർ ഹോസ്പിറ്റലായി വെച്ചുകൊണ്ട് നമ്മൾ താൽക്കാലികമായി വാടക കെട്ടിടത്തിൽ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം ആരംഭിക്കും. അത് കഴിഞ്ഞാൽ പുതിയ മെഡിക്കൽ കോളേജിന് കെട്ടിടം നിർമ്മിക്കാനുള്ള പ്രവർത്തനവും ഉടൻ തന്നെ ആരംഭിക്കും. അതിന്റെ നടപടിക്രമങ്ങൾ ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് ഓഗസ്റ്റ് 1-ാം തീയതി ആരോഗ്യമന്ത്രി കരുവാറ്റ DME വന്ന് സന്ദർശിച്ചു. DMEയുടെ സന്ദർശനത്തിന് ശേഷം അദ്ദേഹം അവർക്ക് വളരെ സന്തോഷമായി, ഇത്രയും വലിയ സ്ഥലം കിട്ടിയത്, കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ എല്ലാ നടപടികളും മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഹരിപ്പാട് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ പ്രയോജനം മുഴുവൻ നമ്മുടെ പാവപ്പെട്ട ജനങ്ങൾക്ക്. വണ്ടാനത്തൊരു മെഡിക്കൽ കോളേജിന് നമ്മളാരും എതിരല്ല. കാർത്തികപ്പള്ളി SNDP യൂണിയൻ നൽകിയ സ്വീകരണത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. മന്ത്രി M. ലിജുവിനും സ്വീകരണം നൽകി. CDNet ന്യൂസ്, കായംകുളം.